ഇന്നാളത്തെ റീലിലെ മഹാഭാരതത്തിലെ ഭീഷ്മർക്ക് ഒരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടാവണം എന്നുള്ള ചില സൂചനകൾ തന്നിട്ടുണ്ട് മഹാഭാരതത്തിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ. അതെന്താന്നുള്ളത് പറയാം. ഭീഷ്മര് സത്യവതിയുടെ അച്ഛന് സത്യവതിക്കും ശാന്തനു മഹാരാജാവിനും തമ്മിലുണ്ടാവണ മക്കളെ മാത്രമാണ് ഹസ്തിനപുരത്തിന്റെ രാജാവ് ആവുള്ളൂ, ഞാൻ ആവില്ല എന്നുള്ള വാക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് മൂപ്പര് ഭീഷ്മ ശപഥം എടുക്കുന്നത്. അവിടെ മൂപ്പര് എന്താ പറയണത്? ഇന്നു മുതൽ ഞാൻ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം സ്വീകരിച്ച് ശിഷ്ടകാലം മുഴുവനും ഹസ്തിനപുരത്തിനെ സേവിച്ച് കഴിയുന്ന പറയണത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് മഹാഭാരതത്തിന്റെ പ്രത്യേകത. യു ഷുഡ് നോട്ട് റീഡ് ദ ലൈൻസ്, യു ഷുഡ് റീഡ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പൊ എന്നാ ആരാ ഭാര്യ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അഷ്ടവസുക്കൾക്കും അഷ്ടവസുവിലെ 8ാമത്തെ വസുവിന്റെ ഭാര്യയ്ക്കും ശാപം കിട്ടിയിട്ടാണ് ഇവരെല്ലാവരും ഭൂമിയിൽ ജനിക്കണത്. അതിൽ 7 പേര് ജനിച്ച സമയത്ത് തന്നെ ഗംഗാദേവി ഗംഗാനദിയിൽ ഒഴുക്കി കളഞ്ഞു. 8ാമത്തെ ആളാണ് ദേവവൃദ്ധൻ ഭീഷ്മര്. അപ്പൊ ശാപം കിട്ടിയ 8ാമത്തെ വസുവിന്റെ ഭാര്യയും ജനിച്ചിട്ടുണ്ടാവണല്ലോ. ഇതിപ്പോ സൈഡിലേക്ക് വെച്ചോളൂ കേട്ടോ. ഇനി അടുത്ത കാര്യം പറയാം. ഒരു കല്യാണം നടക്കുന്നതിന് മുമ്പേ ആ വരന് വേണ്ടിയിട്ട് സമാവർത്തനം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ചെയ്യാനുണ്ട്. ഈ സമാവർത്തനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വരൻ ഗൃഹസ്ഥനായി. ഗൃഹസ്ഥം, ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവൂലോ. എന്നാ ഈ സമാവർത്തനം എന്ന് പറയുന്ന കർമ്മം കഴിഞ്ഞു, അത് കഴിഞ്ഞ് വരന്റെ കല്യാണം മുടങ്ങിപ്പോയിക്കുക, എന്നാലും ഈ വരൻ ഗൃഹസ്ഥനാണ്. അപ്പൊ ഈ ഗൃഹസ്ഥനായിട്ടുള്ള ആള് എന്നും അഗ്നിഹോത്രം എന്ന് പറയുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ക്രിയ അത് ചെയ്യാനുണ്ട്. ഈ അഗ്നിഹോത്രത്തിലെ തീ കെടാതെ സൂക്ഷിക്കണത്രേ. എന്താ വെച്ചാ ആ അഗ്നി പകർന്നിട്ട് വേണം ഈ ഗൃഹസ്ഥൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പട്ടട കത്തിക്കാൻ. അപ്പോ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ ഭീഷ്മര് മരിച്ചതിന് ശേഷം യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് അത്രേ, ഏട്ടാ ഭീഷ്മരുടെ ചിത കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്നി പോയി ഭീഷ്മരുടെ അഗ്നിഹോത്രത്തിൽ നിന്ന് പകർന്നുകൊണ്ട് വരൂന്ന്. യുധിഷ്ഠിരന് ശ്രീകൃഷ്ണനെക്കാട്ടിലും 3 വയസ്സ് മൂപ്പ് കൂടുതലാട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഭീഷ്മര് ഗൃഹസ്ഥനായിരുന്നു എന്ന്. അപ്പൊ ഭാര്യ എവിടെ? ഭീഷ്മരുടെ കല്യാണത്തിന്റെ സമാവർത്തനം നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ കല്യാണം മുടങ്ങിപ്പോയിണ്ടാവും. ഗൃഹസ്ഥനാണെങ്കിൽ ബ്രഹ്മചര്യം സ്വീകരിക്കാനും സാധിക്കും, പക്ഷേ ഗൃഹസ്ഥൻ തന്നെ ആവൂത്രേ. അപ്പൊ ടെക്നിക്കലി നോക്കിയാൽ ശരിയാണ്, ഭീഷ്മര് ബ്രഹ്മചാരിയുമാണ് ഗൃഹസ്ഥനുമാണ്. നീലേഷ് നീൽകണ്ഠ് ടോക്സറിന്റെ റിസർച്ച് പ്രകാരം ഭീഷ്മർക്ക് മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് 140 വയസ്സുണ്ടായിരുന്നു അത്ര. ഇപ്പൊ സംശയം മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പൊ എന്നാ ശരി, പോയിട്ട് പണിയുണ്ട്.